പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 33 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. പിന്നെ അവർ യാത്ര പോകയിൽ അവൻ ഒരു ഗ്രാമത്തിൽ എത്തി. മാർത്ത എന്ന പേരുള്ള ഒരു സ്ത്രീ അവനെ കൈക്കൊണ്ടു. അവൾക്ക് മറിയ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിന്റെ കാൽക്കൽ ഇരുന്ന് അവന്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴഞ്ഞിട്ട് അടുക്ക വന്ന്, കർത്താവേ, എൻ്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുന്നതിനാൽ നിനക്ക് വിചാരമില്ലയോ എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. കർത്താവ് അവളോട്, മാർത്തയെ, മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയുമിരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടു, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപഹരിക്കുകയുമില്ല. ബഥാനിയയിലെ ലാസറിന്റെ സഹോദരിമാരായ മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിൽ യേശു ആയിരുന്നപ്പോൾ ഉള്ള രംഗം ആണ് ഇവിടെ വായിച്ചത്. കർത്താവിന്റെ പാദപീഠത്തിലിരുന്ന് വചനം കേൾക്കുന്ന മറിയയെ യേശു പ്രശംസിക്കുന്നതായി കാണുന്നു. വചനം പഠിക്കുന്നതിൻ്റെയും അനുസരിക്കുന്നതിൻ്റെയും പ്രാധാന്യമാണ് ഈ എപ്പിസോഡിൽ പറയുവാൻ ആഗ്രഹിക്കുന്നത്. കർത്താവിനെ സൽക്കരിക്കുവാൻ മാർത്ത അധ്വാനിക്കുന്നുണ്ട് എങ്കിലും വീട്ടിൽ വന്നിരിക്കുന്ന അതിഥിയോട് സഹോദരി തന്നെ സഹായിക്കുന്നില്ല, എന്നെ സഹായിപ്പാൻ മറിയയോട് കൽപ്പിച്ചാലും എന്ന് പരാതി പറഞ്ഞത് പ്രശംസനീയമായ ഒരു കാര്യം അല്ല. അതിഥി സൽക്കാരത്തെക്കുറിച്ച് പത്രോസ് തൻ്റെ 2-ാം ലേഖനത്തിൽ പറയുന്നത്, പിറുപിറുപ്പ് കൂടാതെ അതിഥി സൽക്കാരം ആചരിപ്പീൻ എന്നാണ്. ദൈവത്തിനു വേണ്ടി നാം എന്തെങ്കിലും ശുശ്രൂഷ ചെയ്യുന്നുവെങ്കിൽ അത് പൂർണ്ണ ഹൃദയത്തോടെ ആയിരിക്കണം എന്ന് പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലും പറയുന്നുണ്ട്. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവയാൽ അല്ല, ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ടം മനസ്സോടെ ചെയ്തും മനുഷ്യരെയല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചും കൊണ്ട് അനുസരിപ്പീൻ. നാം ചെയ്യുന്ന നന്മയ്ക്ക് കർത്താവിൽ നിന്ന് പ്രതിഫലം പ്രാപിക്കുന്നത് കൊണ്ട് കർത്താവിന് വേണ്ടി എന്ത് ചെയ്താലും മനസ്സോടെ ചെയ്യണം എന്ന് ഇത്തരുണത്തിൽ ഓർപ്പിക്കുന്നു. കർത്താവ് മാർത്തയോട് പറഞ്ഞ മറുപടി, മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെടുന്നു, പക്ഷേ ഒന്നേ വേണ്ടു. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, ആരും അവളിൽ നിന്ന് അത് അപഹരിക്കുകയുമില്ല. കർത്താവിന്റെ പാദപീഠത്തിലിരുന്ന് വചനം കേൾക്കുന്ന മറിയയെ യേശു സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിച്ചത്. കർത്താവിന്റെ വചനം കേൾക്കുവാനോ അനുസരിക്കുവാനോ കഴിയാതെ നമ്മെ ബിസിയാക്കുന്ന പല വിഷയങ്ങളും ജീവിതത്തിൽ കടന്നു വന്നേക്കാം. എന്നാൽ മറിയെപ്പോലെ നല്ല അംശം തിരഞ്ഞെടുക്കുവാൻ നമുക്കും ഉത്സാഹിക്കാം. പലതിനെ ചൊല്ലി വിചാരപ്പെടുന്നവരാണ് നാം. എന്നാൽ വചനം പറയുന്നു, വിചാരപ്പെടുന്നതിനോട് ഒരു മുഴം കൂട്ടുവാനോ കുറയ്ക്കുവാനോ നമുക്ക് കഴിയുകയില്ല. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും എന്ന് വചനത്തിൽ കാണുന്നു. ദൈവിക വിഷയങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുവാൻ നാം ശ്രദ്ധിക്കേണ്ടതാണ്. ദൈവിക വിഷയങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുമ്പോൾ ദൈവം നമ്മുടെ കാര്യം നോക്കിക്കൊള്ളും. ബാബേൽ പ്രവാസത്തിൽ നിന്ന് സെരുബാബേലിന്റെ നേതൃത്വത്തിൽ മടങ്ങി വന്ന ഇസ്രായേൽ ജനം യെരുശലേമിൽ ആലയം പണി തുടങ്ങിയത് BC 537 ആണ്. എങ്കിലും ശമര്യരുടെ എതിർപ്പ് മൂലം പണി തടസ്സപ്പെട്ടു. പിന്നീട് 80 വർഷത്തിന് ശേഷം BC 458 എസ്രായുടെ നേതൃത്വത്തിൽ വീണ്ടും പണി ആരംഭിച്ചു. എസ്രായുടെ പുസ്തകം 7-ാം അധ്യായം 10-ാം വാക്യത്തിൽ വായിക്കുന്നു, യഹോവയുടെ ന്യായപ്രമാണം പരിശോധിപ്പാനും അതനുസരിച്ച് നടപ്പാനും ഇസ്രയേലിൽ അതിൻ്റെ ചട്ടങ്ങളും വിധികളും ഉപദേശിപ്പാനും എസ്രാ മനസ്സുവെച്ചിരുന്നു. ദൈവവചനം അനുസരിച്ച് നടപ്പാൻ ഇസ്രയേലിനെ ഉപദേശിച്ച എസ്രായോടുകൂടെ ദേവാലയ പണിയിൽ രാജാവിൻ്റെ കൈ അനുകൂലമായി പ്രവർത്തിച്ചത് കാണുവാൻ കഴിയുന്നു. ദേവാലയ പണിയുടെ ആവശ്യത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും രാജാവ് അവർക്ക് ചെയ്തു കൊടുത്തു. ധാരാളം പൊന്നും വെള്ളിയും ഔദാര്യദാനമായി ലഭിച്ചത് കൂടാതെ ദേവാലയത്തിലെ ഉപയോഗത്തിനായി ഉപകരണങ്ങളും നൽകപ്പെട്ടു. എസ്രായുടെ വിശ്വസ്തതയെ രാജാവ് പുകഴ്ത്തുന്നതായും കാണുന്നു. എസ്രാ പുരോഹിതൻ വചനം വായിച്ചു വിടുക മാത്രം അല്ലായിരുന്നു, അത് അനുസരിക്കുവാനും
മറ്റുള്ളവരെ വചനപ്രകാരം ഉപദേശിച്ച് നടത്തുവാനും ശ്രദ്ധിച്ചു. അതുനിമിത്തം ദൈവത്തിൻ്റെ പ്രീതി എസ്രായിക്ക് ലഭിച്ചു. പഠിക്കുന്ന വചനം ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് നാം ഫലമുള്ളവരായിത്തീരുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നത് വായിക്കുന്നു, എന്നിൽ വസിപ്പീൻ, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. മുന്തിരിവള്ളിയിൽ നിന്ന് വെട്ടി മാറ്റപ്പെട്ട കൊമ്പിൻ്റെ അവസ്ഥ നമുക്ക് അറിയാം. ഒരു പ്രയോജനവുമില്ലാതെ ഉണങ്ങി തീ കത്തിക്കുവാൻ മാത്രം ഉതകുന്ന അവസ്ഥയിലായിരിക്കും അത്. ആയതുപോലെ കർത്താവ് നമ്മിൽ വസിക്കുന്നില്ല എങ്കിൽ, വചനത്തിൽ വേരൂന്നി നാം വളരുന്നില്ല എങ്കിൽ നമ്മുടെ അവസ്ഥയും ഇതുതന്നെ ആയിരിക്കും. യോശുവയ്ക്ക് ദൈവം കൊടുക്കുന്ന അരുളപ്പാട് ഇങ്ങനെ വായിക്കുന്നു, ഈ ന്യായപ്രമാണത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നതുപോലെ ഒക്കെയും പ്രമാണിച്ചു നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. ഈ വചനം നമുക്കും ഏറ്റെടുക്കാവുന്നതാണ്. രാവും പകലും വചനം ധ്യാനിച്ചുകൊണ്ടിരുന്നാൽ, വചനത്തിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിച്ച് നടന്നാൽ നമ്മൾ കൃതാർത്ഥരായിത്തീരും. ദൈവത്തിൻ്റെ കൈ നമുക്ക് അനുകൂലമായിരുന്നാൽ നാം ചെയ്യുന്ന പ്രവൃത്തികൾ ഒക്കെയും സാധിക്കും. ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും നമുക്ക് ഇടയാകും. സങ്കീർത്തനം 1-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ വായിക്കുന്നു, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവർ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷത്തിൻ്റെ അനുഭവം, അതിൻ്റെ ഇല എന്നും പച്ചയായിരിക്കും. തക്ക സമയത്ത് അതിൽ ഫലം ഉണ്ടായിരിക്കും. വൃക്ഷത്തിൻ്റെ വളർച്ചയ്ക്കാവശ്യമായ വെള്ളം വേര് വലിച്ചെടുക്കുന്നത് കൊണ്ട് എപ്പോഴും വൃക്ഷത്തിൽ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ദൈവവചനം ധ്യാനിക്കുവാൻ എടുക്കുന്ന സമയം ഒരിക്കലും നഷ്ടമായി പോകുകയില്ല. ദൈവവചന പഠനം ഒരു മനുഷ്യനെ കൂടുതൽ ദൈവത്തോട് അടുപ്പിക്കും. ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധിയിലേക്ക് നടക്കുവാൻ ദൈവവചന പഠനം നമ്മെ സഹായിക്കും. റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നു, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ദൈവവചനം കേൾക്കുന്നതിലൂടെ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാനിടയാകും. ദൈവവചന കേൾവി കർത്താവിന് വേണ്ടി ഫലമുള്ളവരായി തീരുവാൻ നമ്മെ സഹായിക്കും. ദൈവവചനം അനുസരിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന വേറെയും അനുഗ്രഹങ്ങൾ ഉണ്ട്. സങ്കീർത്തനം 119-105 പറയുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവും ആകുന്നു. നമ്മുടെ പാതയെ പ്രകാശിപ്പിക്കുവാൻ, നാം നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരുവാൻ ഒരു ദീപമായി വചനം നിലകൊള്ളും. 1 പത്രോസ് 2:2 പറയുന്നു, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. നവജാത ശിശുക്കൾക്ക് വളരുവാൻ മായമില്ലാത്ത പാൽ അത്യന്താപേക്ഷിതമാണ്. ആത്മീകത്തിൽ ശിശുവായിരിക്കുന്നവർ വചനമാകുന്ന മായമില്ലാത്ത പാൽ കുടിച്ച് ആരോഗ്യമുള്ളവരായി വളരണം. യെശയ്യാവ് 55:1 വായിക്കുന്നു, അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ, വെള്ളത്തിന് വരുവേൻ, വന്നു വാങ്ങി തിന്നുവേൻ. നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവേൻ. വെള്ളവും വീഞ്ഞും പരിശുദ്ധാത്മാവിനെയും പാൽ ദൈവവചനത്തെയും ചൂണ്ടിക്കാണിക്കുന്നു. ആത്മീയ ദാഹശമനത്തിനായി പുണ്യസ്ഥലങ്ങൾ തേടിപ്പോകാതെ ദൈവത്തിൻ്റെ അടുക്കൽ വന്ന് സൗജന്യമായി ലഭിക്കുന്ന കൃപയാലുള്ള രക്ഷ കരസ്ഥമാക്കുവാൻ ദൈവം ആഹ്വാനം ചെയ്യുന്നു. ഇൻ ഹീബ്രു, വേർഡ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ 2-edged sword. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ അത് വായിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. വചനത്തിൻ്റെ
5 പ്രത്യേകതകൾ ഇവിടെ പറയുന്നു. ജീവൻ, ചൈതന്യം, മൂർച്ച, തുളച്ചു ചെല്ലുവാനുള്ള കഴിവ്, വിവേചന ശക്തി. ഈ വിധം ശക്തമായ ജീവനുള്ള വചനത്തിൻ്റെ മുമ്പിൽ മറഞ്ഞിരിക്കുവാൻ ആർക്കും കഴിയുകയില്ല. ശത്രുവിനോട് എതിർത്ത് നിൽപ്പാൻ ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാൾ എടുക്കണം. ഇറ്റ് ഫങ്ഷൻസ് ആസ് എ ഷീൽഡ് ഫോർ പ്രൊട്ടക്ഷൻ ആൻഡ് സ്ട്രെങ്ത്. ദൈവവചനം അവഗണിച്ചതിനാൽ ഇസ്രയേൽ ജനത്തിന് വാഗ്ദത്ത ദേശം നഷ്ടമായി എന്ന് കാണുന്നു. നമുക്കുള്ള വാഗ്ദത്ത ദേശം അവകാശമാക്കുവാനുള്ള മാർഗം ദൈവവചനം അനുസരിക്കുക എന്നത് മാത്രമാണ്. ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുവാൻ എല്ലാവർക്കും ഇടയാകട്ടെ. മറിയെപ്പോലെ നല്ല അംശം തിരഞ്ഞെടുത്തുകൊണ്ട് കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്ന് വചനം കേൾക്കുവാനും പഠിക്കുവാനും അത് അനുസരിക്കുവാനും എല്ലാവർക്കും ദൈവം കൃപ നൽകുമാറാകട്ടെ. ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.